ഒത്തിരി നാളിന് ശേഷമാണ് അപ്പുവിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ആദ്യത്തെ വീഡിയോ തന്നെ ഒരുപാട് പേര് നല്ല കമൻറ്റ് ഇട്ടതും ഒക്കെ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. അവൻ്റെ പാത്രമൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പുറത്തേക്ക് ഇറങ്ങട്ടെ. നമ്മുടെ ഈ ഉദ്യാനത്തിൽ വിശ്രമിക്കുന്ന ആളാണ് ഇന്നത്തെ കഥയിലെ നായകൻ, നമ്മുടെ പ്രിയപ്പെട്ട അപ്പു. അപ്പോൾ ഇന്ന് പതിവില്ലാതെ എന്താണെന്നറിയില്ല, ഭയങ്കര ആലോചന ആൾക്ക്. ഇത്തിരി ഉഷാറാവട്ടെ എന്ന് കരുതി വടിയുടെ കഷ്ണം, അതുപോലെ തന്നെ തുണിയുടെ കഷ്ണം, പേപ്പർ, ബോൾ ഇതെല്ലാം കൊണ്ടേ കൊടുത്ത് ഇതെല്ലാം വെച്ച് സാധാരണ നായ്ക്കുട്ടികളൊക്കെ കളിക്കാറുണ്ടല്ലോ, അതെല്ലാം വെച്ച് കളിക്കുന്ന ആളാണ്. പക്ഷെ എന്തോന്നറിയില്ല, ഇതൊക്കെ വേണോ വേണ്ടേ എന്നുള്ള ഭാവത്തിലാണ് അവൻ മേടിക്കുന്നത് തന്നെ. പിന്നെ ഈ വടിയുടെ കഷ്ണം കണ്ടിട്ട് ആരൊന്നും വിചാരിക്കേണ്ട, അവനെ ചട്ടം പഠിപ്പിക്കാനോ പേടിപ്പിക്കാനോ ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ അവൻ്റെ പ്രോപ്പർട്ടികളാണ്, ഇതൊക്കെ അവൻ്റെ കളിസാധനങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ എൻ്റെ അമ്മ എന്നെ വിളിച്ച് കാണിച്ചു തരുന്നതാണ് ഒരു സംഭവം. കണ്ടോളൂ കേട്ടോ. കാലിനുണ്ടിയാ? അതെ, കാലിനുണ്ടിണ്ട്. കളിക്കാൻ പോയടത്തുനിന്ന് കിട്ടിയതാണോ? അങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ചിരുത്തിട്ട് ഞാൻ തലോടി കൊടുത്തു. സങ്കടമായി ഞങ്ങൾക്ക്. എന്താ പറ്റിയെന്ന് നമുക്കറിയില്ലല്ലോ. ഇവൻ വന്നത് തന്നെ എവിടുന്നോ അലഞ്ഞു വന്നിട്ടുള്ളതാണെന്ന്. നമ്മളിവിടെ വരെ നോക്കി വളർത്തി ഭക്ഷണം കൊടുത്ത് നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെ നോക്കുന്നതാണ്. ഞാൻ എത്ര സ്നേഹിച്ചാലും ഇതേ കണ്ടോ, അമ്മയുടെ അടുത്തേക്കാണ് ഇവൻ്റെ നോട്ടം. അമ്മ എവിടേക്കാണ് പോകണേ, അമ്മ പുറത്ത് പോകുന്നുണ്ടോ, അമ്മ എന്താ ചെയ്യണേ, അത് തന്നെ നമ്മുടെ പിന്നാലെയാണ് ആൾ. മറ്റുള്ള നായ്ക്കളുടെ പോലെ അറ്റാക്ക് ചെയ്യാനൊന്നും അറിയില്ല. മറ്റുള്ള പൂച്ചകൾ വരെ ഇവനെ തല്ലും. അതാണ് ആൾ. ഇനിയിപ്പോൾ ആരെങ്കിലും യാദൃശ്ചികാൽ ഇവനെ കണ്ടു എന്നിരിക്കട്ടെ, കല്ലെടുത്ത് എറിഞ്ഞാലോ അടിച്ചാലോ നിന്ന് കൊള്ളും അവൻ. അങ്ങനത്തെ ഒരു പാവമാണത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതേ എന്നെ കളിക്കാൻ വിളിക്കുകയാണ്, കണ്ടുപിടിപ്പ് പിടിച്ച് വലിക്കുകയാണ് കളിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ കാല് കുഴപ്പമൊന്നുമില്ല. ഇതുവരെ നേരത്തെ അങ്ങനെ കാലിങ്ങനെ ഇതായിട്ട് കാണിച്ചല്ലേ, എന്താ പറ്റിയേ, ഇതെന്താ ഇപ്പോൾ സംഭവം ഞാനും അമ്മയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വരെ കാല് പൊക്കി ഞങ്ങൾക്ക് രണ്ടാൾക്കൊരു 2 സെക്കൻഡ് നിന്ന് കാണിച്ചു തന്ന ആളാണ് കേട്ടോ. കാലിതേ എനിക്ക് ഒടിഞ്ഞിട്ട് നിൽക്കണ കണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ കാല്, അതാണ് ഞാൻ കളിക്കാൻ വരാത്തതെന്നൊക്കെ പറഞ്ഞ് നിന്ന ആളാണ് ഇതേ പോകുന്നു. നിങ്ങളൊന്ന് നോക്കിക്കേ, വല്ല കുഴപ്പമുണ്ടോയെന്ന്. എനിക്ക് ക്യാമറ എടുക്കാൻ പോലും എനിക്ക് പറ്റില്ല, അത്രയും സ്പീഡാണ് അവൻ്റെ ഓട്ടം. അപ്പം ഇനി കറക്റ്റായിട്ട് കാലിൽ എന്തെങ്കിലും വയ്യായ്ക പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് വെച്ചിട്ട് ഇതേ ഞാനൊരു കമ്പിൽ തുണി പിടിച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ചാടുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് സമാധാനമായി. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ അപ്പു. ഇഷ്ടപ്പെട്ടോ? വെറുതെ ഇരുന്ന ഞാൻ അവൻ്റെ കൂടെ നോക്കി ഓടിക്കളിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അവൻ അടുത്ത അഭിനയം തുടങ്ങി. അപ്പം ഞാൻ ആരായി? ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ, വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയ.